ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയല്ലേ, അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ളൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല 4 പേർക്ക് വേണ്ടി സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തെ ലുലു മാളിലോട്ടാണ്. അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരിടത്ത് നിന്ന് തന്നെ വാങ്ങിക്കാൻ കഴിയും. വേറെ വേറെ ഷോപ്പുകളിൽ ഈ മക്കളെയും കൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മാളിലാണെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റംസും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. മാളിൽ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ് പ്രത്യേകം സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ബാഗിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ബാഗിനൊക്കെ നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗുകൾ സെലക്ട് ചെയ്യുകയാണ്. 4 പേർക്കും ബാഗ്സ് വേണമായിരുന്നു. അങ്ങനെ റിത ഓരോന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ആൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ബ്രാൻഡഡ് ബാഗായിരുന്നു കൊച്ചു മക്കളല്ലേ, അവർക്ക് കാർട്ടൂൺ പിക്ചേഴ്സും അങ്ങനത്തെ ടൈപ്സൊക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ബാഗിൻ്റെ സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഡോറയുടെയും എൽസയുടെയും യൂണിക്കോണിൻ്റെയൊക്കെയാണ് ഇവർക്ക് താല്പര്യം. അവർക്ക് 4 പേർക്കും ഇഷ്ടപ്പെട്ട ബാഗ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വന്നത് ബോക്സിൻ്റെയും പൗച്ചസിൻ്റെ സെക്ഷനിലോട്ടാണ്. അവിടെയും നല്ല വെറൈറ്റീസ് ഓഫ് പൗച്ചസും ബോക്സസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏതെടുക്കണമെന്ന്. ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും വേറൊന്ന് കാണുന്നത്, പിന്നെ അത് മതിയെന്ന് പറയും. അങ്ങനെയായിരുന്നു. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലിൻ്റെ ആയിരുന്നു. പക്ഷേ അവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീലിൻ്റെ ആയിരുന്നു. അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുത്തില്ലല്ലോ, കൊച്ചു കുട്ടികളല്ലേ. അവർക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽസൊക്കെയാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. പിന്നെ അവിടെ ഫുൾ സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു കളേഴ്സ്, പെൻസിൽ, ക്രയോൺസ്, സ്കെച്ച് കളേഴ്സ്, പെൻസിൽ കളേഴ്സ് അങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അവിടെ വാരി വലിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ലഞ്ച് ബോക്സസൊക്കെ ഉണ്ടായിരുന്നത്. ഇതുപോലെ മിക്കി മൗസിൻ്റെയും യൂണിക്കോണിൻ്റെയും ഒക്കെ പ്രിൻ്റ് വരുന്ന നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ലഞ്ച് ബോക്സസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ബോക്സിന് മാച്ചായിട്ടുള്ള വാട്ടർ ബോട്ടിൽസും ഇവിടെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയും അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലുമായിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. അഫോർഡബിൾ പ്രൈസും ആയിരുന്നു. വന്നപ്പോൾ വീണ്ടും ബാഗ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ കാണാത്ത കുറച്ച് ബാഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ബാഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽസും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. പിന്നെ വേണ്ടത് പെൻസിൽസ്, റബ്ബർ, ഇറേസർ അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പോയത് ലുലു ഫാഷനിലോട്ടാണ്. പിന്നെ അങ്ങോട്ട് വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ 4 പേരെയും കൊണ്ട് വീഡിയോ എടുക്കാനും പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ കൈ പിടിക്കുമ്പോൾ മറ്റാൾ അങ്ങോട്ട് ഓടും. ഇപ്പോൾ തന്നെ 2 പേരും അങ്ങോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പേര് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും പിന്നീട് എടുത്തിട്ടില്ലായിരുന്നു.
ഈ 4 പേരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ള ഡീറ്റെയിൽ ഹോൾ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അവർക്ക് ബാഗ്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബാഗ് എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും.